ഹായ്. അപ്പോൾ ഞാനൊരു വ്ളോഗൊക്കെ ആയി വന്നിട്ട് കുറേ കാലങ്ങളായില്ലേ. എന്നും നമ്മൾ ഷോർട്ട് ഫിലിമും റീൽസും അങ്ങനെയൊക്കെയാണ് കേട്ടോ വരല്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൂടല്ലൂരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഊട്ടി പോവുകയാണ്. ഞങ്ങൾ എല്ലാ വർഷവും ഡിസംബറിൽ ഊട്ടി പോവലുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം പോയതാണ്. അപ്പോൾ ഒരു വർഷത്തിന് ശേഷമാണ് ഊട്ടി പോകുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. നമ്മൾ ഊട്ടി വരുമ്പോഴുള്ള ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആണ് സൂസൈഡ് പോയിന്റ്. അവിടെ എത്തിയിട്ട് ഉക്കാലിൻ്റെ മരങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് നിറച്ച് ഇന്ന് കുറേ ടൂറിസ്റ്റ് ആൾക്കാരും ഉണ്ട്. നല്ല തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ ഞാനും ഇക്കും ഒരു 3-4 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട് കേട്ടോ. കൂടല്ലൂർ വരുമ്പോഴൊക്കെ. അപ്പോൾ അവിടെ പോകണില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ഊട്ടി പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിക്കാൻ വിചാരിച്ചിട്ടോ. ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുത്തിട്ടോ. നല്ല ക്ലൈമറ്റാണ്, അത് എടുത്തു പറയണം. ഡിസംബറിൽ മാത്രമാണ് ഇങ്ങനൊരു ക്ലൈമറ്റ് കിട്ടൽ. കോടാർന്നാല് പെരും കോടയാണ് കേസ് കണ്ടോ. മുമ്പിട്ട് കണ്ടോ ഫുള്ളായിട്ട് ബാഗ് കണ്ടോ. ഞങ്ങളിപ്പോൾ നല്ല കോട കണ്ടപ്പോൾ നിർത്തിയതാണ് കേട്ടോ. ഊട്ടി എത്തിയില്ല കേട്ടോ. ഊട്ടി ഗൂഡല്ലൂരിൻ്റെയും ഊട്ടിൻ്റെയും നടുവിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഊട്ടിക്ക് കോടല്ലെങ്കിൽ കൂനൂര് പോകാമെന്നാണ് വിചാരിച്ചത്. കൂനൂര് പിന്നെ എപ്പോഴും കോടയാണല്ലോ. കൂനൂരൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അതിനും വലിയ കോടയാണ് കേട്ടോ ഇവിടെ കണ്ടോ. കോടൻ്റെ ഇതുകൊണ്ടാണ് കേട്ടോ ക്ലിയർ ഇല്ലാത്തത്. കേട്ടോ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല തണുപ്പ് അടിക്കുന്നുണ്ട്. വണ്ടികളൊക്കെ ലൈറ്റിട്ട് അവിടെ വരുന്നത് കാണുന്നില്ല. അങ്ങോട്ട് കൂടാം അത്രയും കോടമാണ് കോടൻ്റെ തണുപ്പ്. കാരണം ഇതാണ് ഈ ഡിസംബർ മാസത്തിലെ പ്രത്യേകത കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ വർഷവും ഡിസംബറിൽ വരുന്നത് കേട്ടോ. കാരണം ഒരു 4-5 വർഷമായിട്ട് ഞങ്ങൾ എല്ലാ വർഷവും ഡിസംബറിൽ ഊട്ടി എത്തലുണ്ട്. പക്ഷേ ഊട്ടിയിൽ നമുക്ക് അത്ര കോട ഇതുപോലെ ഇതുവരെയായിട്ട് കാണാൻ പറ്റില്ല. അത്രയും കോട എന്നാൽ അത്രയും കോടയാണ്. ഓ ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടോ. കണ്ടിട്ട് ജാക്കറ്റ് ഇടൂലാറ ആളെ ഇവിടെ ജാക്കറ്റ് ഇട്ട് ഇവിടെ കുറെ നേരം ഞങ്ങൾ കോടയൊക്കെ കണ്ടു നിന്നു. ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ടു. നിങ്ങൾ കാര്യമായിട്ട് സ്ഥലങ്ങൾ കാണാന്നല്ല, ഒരു റൈഡ് എന്ന രീതിയിലാണ് കേട്ടോ വന്നത്. അപ്പൊ ഞാൻ കുറച്ച് ഫുഡൊക്കെ ബാഗിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫുഡൊക്കെ ഒന്ന് കഴിക്കാൻ ജസ്റ്റ് ഭയങ്കര സൗണ്ട് ഉണ്ട് കേട്ടോ. റോഡിന്റെ അക്കിലാണ്. അപ്പൊ ഞങ്ങളിവിടെ ഹോട്ടലിൽ റൂം എടുത്ത് ഇന്നിപ്പോൾ സ്ഥലങ്ങളൊന്നും കാണാൻ പോകുന്നില്ല കേട്ടോ. ഇനി നാളെ പോവാനാ പ്ലാനിങ് ഇട്ടത് കേട്ടോ. ഇവിടെ ബൊട്ടാണിക്കല്, റോസ് ഗാർഡന് ഒക്കെ നാളെ പോവാന്നാ പ്ലാനിങ് കേട്ടോ. അപ്പം ഇനി നാളെ ആ വിശേഷങ്ങളൊക്കെ കഴിക്കാൻ നേരിട്ട് കേട്ടോ. അപ്പം എൻ്റെ സമയം ഇപ്പോൾ ഒരു 6 മണിക്കായിട്ട് നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പാണ് കേട്ടോ. കാരണം ഞാൻ ജാക്കറ്റ് ഇട്ടിട്ട് പോലും എനിക്ക് വറക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകുന്ന സമയത്ത്, അതായത് കൂടല്ലൂരിന് ഊട്ടിക്ക് വന്ന സമയത്ത് ഇനി കോടന്റെ കളി. കാരണം ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര ഭംഗി. എനിക്ക് ഡിസംബറിൽ ഞാൻ എത്രയോ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഈ പ്രാവശ്യമാണ് കേട്ടോ ഇങ്ങനെ ഒരു ഇത് കിട്ടുന്നത്. കോടന്റെ ഒരു ഇത് കിട്ടുന്നത് ഭയങ്കര ഭംഗി. എന്താ പറയാ, അത്ര അത് കാണുന്ന വേണം കേട്ടോ. വീഡിയോയിൽ ചിലപ്പോൾ അത്ര ഇതൊരു രസം കയറ്റി തോന്നിയിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് കണ്ടപ്പോ. എങ്ങനെയുണ്ട്? ഞങ്ങൾ രാവിലെ ആദ്യം പോയത് ബൊട്ടാണിക്കലാണ്. അതിന് ശേഷമാണ് കേട്ടോ റോസ് ഗാർഡനിൽ പോയത്. അവിടെ കുറേ ഫോട്ടോസ് റീൽസൊക്കെ എടുത്തു. നല്ല തിരക്കാണ് കേട്ടോ, സൺഡേ ആയതുകൊണ്ട്. അപ്പോൾ ഞാനിതിന് വോയിസ് കൊടുത്തതാണ്, പക്ഷെ ആ വോയിസ് എന്താണെന്നറിയില്ല, കട്ടായി പോയിട്ടോ. അപ്പോൾ ഞാനത് പിന്നെയും വോയിസ് ഓവർ കൊടുക്കുകയാണ്. ബൊട്ടാണിക്കൽ ഗാർഡനിക്ക് നമ്മൾ എൻട്രൻസിൻ്റെ 2 ഭാഗത്തും ചുറ്റായിട്ട് ഒരുപാട് കടക്കാരെ കാണാൻ കഴിയും. അപ്പോൾ ഞങ്ങൾ പർച്ചേസ് കൂടിയൊക്കെ ഒന്ന് കറങ്ങിയിട്ടോ. ഗുഡ്സിൻ്റെ കുറേ ഐറ്റംസ്, പിന്നെ എന്താ ബാഗ്, അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ കച്ചവടക്കാർ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കച്ചവടക്കാരുണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ ജാക്കറ്റ് കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ എന്താ പർച്ചേസ് കൂടിയൊക്കെ ഒന്ന് കറങ്ങിയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്തില്ല, കാരണം ഞങ്ങൾ ബൈക്കുമ്മലാണ് പോയത്. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിയാൽ നമുക്ക് നാട്ടിലെത്തിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കാര്യമായിട്ട് പർച്ചേസിംഗ് ഒന്നും ചെയ്തില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ബൊട്ടാണിക്കൽ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റിന് വെയിറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നല്ല തിരക്കേന് ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. അപ്പോൾ ഞാൻ ഇക്കാൻ അങ്ങനെ വരിയിൽ നിർത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ, ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ.
അങ്ങനെ ഞങ്ങൾ പിന്നെ ബൊട്ടാണിക്കലൊക്കെ കയറി ഒന്ന് കറങ്ങി ഫോട്ടോസും റീൽസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങളിതാ ബാഗിൻ്റെ കടയിലൊക്കെ പോയിട്ടോ. അപ്പം ചീപ്പ് റേറ്റിനൊക്കെ ബാഗൊക്കെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് കടകളൊക്കെ ഉണ്ട്. അങ്ങനെ ബാഗ് കാര്യങ്ങളോ പിന്നെ ഞാൻ ഇതിന് മുമ്പ് ഊട്ടിയിൽ പോയ സമയത്ത് ബാഗൊക്കെ പർച്ചേസ് ചെയ്ത് കാരണം ഇപ്രാവശ്യം ബാഗൊന്നും പർച്ചേസ് ചെയ്തില്ല കേട്ടോ. പിന്നെ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം അങ്ങനെ കൂടുതൽ സാധനങ്ങളൊന്നും വാങ്ങാതെ പിന്നെ ഞാൻ അപ്പോൾ ടീ ഫാക്ടറി നടക്കുന്നത് നല്ല ഹൈറ്റിലാണ് കേട്ടോ. അത് താഴ്ന്നു കിട്ട് സ്റ്റെപ്പ് കയറി വരണം കേട്ടോ. പാർക്കിങ് ഏറ്റവും താഴെ ഒന്ന് സ്റ്റെപ്പ് കയറി മുകളിലെത്തിട്ടോ. അവിടെ കരോട് പോയിട്ടെ ഒക്കെ മുമ്പിലെത്തി. ഞാൻ പോയില്ല പതിര് തണുപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ടീ ഫാക്ടറിയിൽ ചായപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാം. ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കട്ടെ, വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ അതിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് ചോക്ലേറ്റ് ഫാക്ടറി വരുന്നുണ്ട്. ചോക്ലേറ്റ് ഫാക്ടറിയിൽ പോകുമ്പോൾ നമുക്ക് ചോക്ലേറ്റ് കാര്യങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ടീ ഫാക്ടറിയിൽ നമുക്കൊരു അടിപൊളി ടീ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ടീ അവിടുന്ന് കുടിക്കാൻ കിട്ടും. പൈൻ ഫോറസ്റ്റിലാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് ഇറങ്ങിയില്ലേ, പോണ വഴിയാണ് കേട്ടോ. എന്താണ് പറയാ, പൈൻ ഫോറസ്റ്റ് കുഴപ്പമില്ല. നല്ല ഒരു പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ മുമ്പ് കൂടെ ഒരു കായലോ പോയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ കുതിരസവാരിയൊക്കെ നടത്താൻ ഒരു ഇതുണ്ട് കേട്ടോ, ഓപ്ഷൻ ഉണ്ട്. അടിപൊളി പ്ലേസാണ്, നമുക്ക് ഫോട്ടോസും റീൽസൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലേസാണ്. അയ്യോ ഗേസ് കുഴങ്ങിട്ടോ. പൈൻ ഫോറസ്റ്റിൽ ഇറങ്ങി ഞങ്ങൾ താഴെ എത്തിട്ടോ. മുളക്ക് തന്നെ കയറി വരികയാണ്. പകുത്തെത്തിയിട്ടുള്ളൂ കേട്ടോ. ഇനി പകുതി കയറാണ്ട് ശ്വാസം മുട്ടുണ്ട്. അപ്പോൾ പകുതി കയറിട്ടോ. നെക്സ്റ്റ് നമുക്ക് സൂസൈഡ് പോയിന്റിൽ പോണക്കാ. അത് അതിലും വലിയ ഉയരം കയറാം, ഹൈറ്റ് കയറാം. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഒരുപാട് വട്ടം പോയതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ആ ഡെസ്റ്റിനേഷൻ പോയിട്ട് കയറുന്നില്ല കേട്ടോ, കാരണം 5 മണി ആയിട്ടോ. കാരണം ഇപ്പോൾ തന്നെ ഇറങ്ങേണ്ടി വരും കേട്ടോ. നല്ലൊരു പോയിൻ്റാണ് കേട്ടോ, കാരണം നല്ല അടിപൊളി വൈബുള്ള സ്ഥലം തന്നെയാണ്. ഞാൻ ഒരുപാട് തവണ പോയതുകൊണ്ടാണ് ഇത് പോവാത്തത്. അപ്പോൾ എന്താ ഞങ്ങൾ അങ്ങനെ ഊട്ടിയോടും കൂടല്ലൂരിനോടും ബൈ ബൈ പറഞ്ഞ് നാട്ടിലേക്ക് പോവാണ്. ഇതിൽ കണ്ടതിനെക്കാട്ടും ഒരുപാട് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങോട്ട് പോയ സമയത്തൊക്കെ ഭയങ്കര കോട കാര്യങ്ങളൊക്കെ കഴിച്ച് എനിക്കൊന്നും എല്ലാം വീഡിയോസിൽ പകർത്താൻ പറ്റിയില്ല കേട്ടോ. ഞാൻ പ്ലാൻ ചെയ്ത പോലെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഞാൻ ഓരോ ഡെസ്റ്റിനേഷൻ പോയിന്റും വെച്ചിട്ട് വീഡിയോസ് ചെയ്യണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ അങ്ങനെയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ വീഡിയോയിൽ കണ്ടതിനെക്കാട്ടി എത്രയോ എന്താ പറയുക മനോഹരമായൊരു 2 ദിവസത്തെ ഒരു ട്രിപ്പേന് കേട്ടോ. ഊട്ടി നമുക്ക് എത്ര പോന്നാലും മടക്കാത്തൊരു സ്ഥലമാണ് അല്ലേ ഊട്ടി. ഞാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്നും ഇപ്പോൾ വേണമെങ്കിൽ തിരിച്ചു പോകാൻ എനിക്ക് അത്രയും ഇതാണ് കേട്ടോ. അത് നമുക്കൊരു മടുപ്പ് തോന്നാത്തൊരു സ്ഥലമാണ് ഊട്ടി. അപ്പോൾ എന്താ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.